ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന ആ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദീപ്തി വിളിക്കുന്നത് കേട്ടോ. ദീപ്തി പറയുന്നുണ്ട്, അർച്ചന നിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നു. എന്താ നിനക്ക് അങ്ങനെ ഒരു തോന്നൽ? നീ അന്ന് ആ ഒരു കാട്ടിനകത്ത് ഒറ്റയ്ക്കായിരുന്നില്ലേ? പിന്നെ അയാൾ നിന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ നിന്നെ രക്ഷിക്കുന്ന സമയത്ത് നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ല, CPR തന്നു എന്നൊക്കെ പറയുന്നുമുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ. നിനക്കുണ്ടല്ലോ ആ ടെൻഷൻ. നീ എന്തൊക്കെയാണ് ദീപ്തി ഈ പറയുന്നേ? അതായത് ഞാൻ പറയുന്നത്, നാളെ നമുക്കൊരു ഡോക്ടറെ കാണിക്കാം, ഒരു ലേഡി ഡോക്ടറിനെ. നിൻ്റെ സംശയവും എൻ്റെ സംശയമൊക്കെ മാറിക്കിട്ടും. നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുതന്നെയാണ്, നമുക്ക് നോക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണ്ടല്ലോ. ഞാൻ രാവിലെ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം, നീ അപ്പോഴേക്കും അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ അർച്ചനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അന്ന് കുറച്ച് നേരം ബോധമൊന്നുമില്ലാതെ കിടന്നതാണല്ലോ, അത് കാരണം തന്നെയാണ്. പിന്നീട് ദീപ്തി എന്തായാലും അർച്ചനയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ദീപ്തി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ അർച്ചനയും വരുന്നുണ്ട്. അർച്ചന ചോദിക്കുന്നുണ്ട്, ഇന്ന് വേണോ, ചെയ്യണോ? വേണം, എനിക്ക് അറിയാവുന്നൊരു ഡോക്ടറാണ്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, നീ ഇങ്ങ് വന്നേ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു ഒരു ടെൻഷനുമില്ല, നമുക്ക് ഇന്നത്തോടുകൂടി ആ ടെൻഷനൊക്കെ അവസാനിപ്പിക്കാം എന്ന് പറയുന്നു. ആ സമയത്താണ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേനും ഈ ഡോക്ടറെ കാണുമ്പോൾ രുക്മിണിയായിട്ട് താൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അർച്ചന പറയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേനും ദീപ്തിയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക കേട്ടോ ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ ദീപ്തിയുടെ ഹസ്ബൻഡിനെ കുറിച്ചും കുട്ടീനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അർച്ചന, ഇതാണോ നീ പറഞ്ഞ ആൾ അർച്ചന എന്ന് ചോദിക്കുമ്പോൾ, ഇവൾ തന്നെയാണ്, ഇവൾക്ക് ചെറിയൊരു പ്രശ്നം. അർച്ചനയ്ക്ക് എന്താ പ്രോബ്ലം? കഠിനമായ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല, അന്ന് രാത്രി ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു, അപ്പോൾ അതിലൊരു ടെൻഷൻ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെന്താ, അത് മാറ്റിത്തരാമല്ലോ. എന്തായാലും അർച്ചന വരൂ, നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. ആ സമയത്താണ് ദീപ്തിക്ക് കോൾ വരുന്നത്. വാസു വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ, ഞങ്ങളിപ്പോൾ വരാം, അർച്ചനയ്ക്കൊരു ചെറിയ തലവേദന, ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അർച്ചനയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അർച്ചനയ്ക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളുള്ള, അർച്ചന ഓക്കെ ആണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ദീപ്തിക്കും അർച്ചനയ്ക്കും സമാധാനമായി. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, ഇപ്പോഴവളൊന്ന് ചിരിച്ച് കാണുന്ന ഡോക്ടർ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, ഒരു തവണ എൻ്റെ സഹോദരൻ്റെ വൈഫുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, രുക്മിണി എന്നാ വരുന്നത്, രുക്മിണി അച്യുതൻ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും കുറേ പേഷ്യൻസ് വരുന്നതല്ലേ, പെട്ടെന്ന് ഓർത്തില്ല എന്ന് പറയുന്നു. എന്തായാലും രുക്മിണി എന്തായാലും ഇനി വരുമ്പോൾ എന്തായാലും അർച്ചനയുടെ നാത്തൂനാണെന്നുള്ള പരിഗണന ഡോക്ടർ തന്നിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, ആളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അത് വേണ്ട ഡോക്ടർ, ഞാൻ ആ ഫോട്ടോ തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ രുക്മിണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന ഡോക്ടർ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. കാരണം രുക്മിണി അന്ന് വന്നിട്ട് താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ കൈയും കാലും പിടിച്ചിട്ടാണ് സമ്മതിപ്പിച്ചത്, തൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇത് കാണുന്ന ഡോക്ടർ പറയുന്നുണ്ട്, രുക്മിണി എൻ്റെ പേഷ്യൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ ഡോക്ടർ, അവൾ നിങ്ങളെ പേഷ്യൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അർച്ചന ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു രുക്മിണിയെ, പക്ഷേ അത് പിന്നെ അന്ന് അവൾ പ്രഗ്നൻ്റ് അല്ലായിരുന്നു ആ കുട്ടിയെന്ന് പറയുന്നു. ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? അത് പിന്നെ ഞാൻ അന്ന് പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ പറഞ്ഞത്, പക്ഷേ അവൾ എന്നെ ഒരുപാട് വിഷമത്തോടുകൂടി സംസാരിച്ചു, അവളുടെ വിവാഹത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി കാല് പിടിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ പ്രഗ്നൻ്റ് ആയിക്കോളാം എന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ അവർ എന്നെ കാണാനായിട്ട് വന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും അർച്ചന ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം തന്നോട് പറഞ്ഞിട്ടുള്ളത് കള്ളത്തരം മാത്രമാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേനും ദീപ്തിക്കും അർച്ചനയ്ക്കും ആകെ ഷോക്ക് അടിച്ച പോലെ ആയിട്ടുണ്ട്. അതിനുശേഷം തന്നെ അച്ചുവും രുക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അവരൊരു മാരേജ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴത്തേനും അർച്ചനയാണെങ്കിലോ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം തന്നെ രുക്കുവിനോട് പറയുന്നുണ്ട്, ഇത്രയും ലേറ്റായപ്പോൾ ചേച്ചി അവിടെ എന്താ ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഫംഗ്ഷന് പോയി, പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോണ കാര്യമൊന്നും പറയണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് ഒരുമിച്ച് പോകാമെന്നുള്ളത്. അത് നീ എന്താ രുക്കു ആദ്യം എന്നോട് പറയാതിരുന്നത്? ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകില്ലായിരുന്നു. ഈ ഒരു പൊട്ടനാണല്ലോ അച്ചു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രൈവസി കിട്ടുമോ? ഇല്ലല്ലോ. എന്തായാലും നീ ചെയ്ത് തെറ്റായി പോയിരിക്കൂ. നീ ഒരു കാര്യം ചെയ്യും, ഒന്നും മിണ്ടാതെ നിന്നാൽ മതി. പക്ഷെ ഇത്രയും നേരം വൈകിട്ട് ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതിനുത്തരം എനിക്കറിയാം, എന്താ പറയേണ്ടതും എനിക്കറിയാം, നീ മിണ്ടാണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നു. അർച്ചനയാണെങ്കിലോ ഇവരെ കാത്തു നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്താ അച്ചു ഇത്രയും സമയം വൈകിയത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായോ എന്ന് ചോദിക്കുമ്പോൾ,
അത് ചേച്ചി എനിക്ക് ചെറിയൊരു തലചുറ്റലുണ്ടായി, പിന്നെ വൊമിറ്റ് ചെയ്യുന്നത് പോലെയും. പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കണ്ടു അവിടെ അടുത്തുള്ളത്. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട്. അത് നിനക്ക് എന്ത് പറ്റി? ഓ, നീ പ്രഗ്നൻ്റ് ആണല്ലോ അല്ലേ? സോറി, ഞാനത് മറന്നു പോയടാ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ചു പറയുന്നുണ്ട്, ആ അതുകൊണ്ടാണ് അവൾക്ക് തീരെ വയ്യാത്തത് ചേച്ചി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ യാത്രയൊന്നും പോകാൻ പാടില്ല, അതിനൊക്കെ അറിയുന്നതല്ലേ, ഇനി ശ്രദ്ധിച്ചോളാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചെക്കപ്പിനുള്ള ഡേറ്റ് എന്താണെന്ന് പറയുമ്പോൾ, അല്ല 15-ാം തീയതി. ഓ, 15-ാം തീയതി ആണെങ്കിൽ ഇന്നാണല്ലോ. അയ്യോ, ആ കാര്യം അതിനിടയിൽ മറന്നുപോയെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഇതൊക്കെ മറക്കാൻ പാടുണ്ടോ? അച്ഛൻ മറന്നാലേ രുക്കു നീ മറക്കാൻ പാടുണ്ടോ? പ്രഗ്നൻ്റ് ആയത് നീയല്ലേ എന്ന് പറയുമ്പോഴത്തേനും, അത് സാരല്ല ചേച്ചി, നാളെ പോവാലോ. നാളെ നിങ്ങൾ പോവോ? നിങ്ങൾ കാണിക്കുന്ന ആ സെയിം ഡോക്ടറെ തന്നെയല്ലേ ഇപ്പോഴും കാണിക്കുന്നത്? അതെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നാളെ മറക്കണ്ട, നാളെ പോയി കാണിച്ചേക്കണം എന്ന് പറയുന്നു. ആ ചേച്ചി ഞാനൊന്ന് പോയി കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ടെന്ന് പറയുന്നു. ആ ചെല്ല് എന്ന് പറഞ്ഞിട്ട് രുക്കുവിന് പറഞ്ഞേക്കുന്നു. അച്ചു, നിനക്കും ഉണ്ടാവുമല്ലോ ക്ഷീണം? ആ ചേച്ചി എനിക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാൽ നീയും പോയിക്കോ, നാളെ ഡോക്ടറെ കാണാൻ പോകാൻ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അച്ഛനാണെങ്കിലോ ചേച്ചിയുടെ ഇപ്രാവശ്യത്തെ സംസാരം കേൾക്കുമ്പോൾ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ചേച്ചി എന്തോ മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതുപോലെ തോന്നുന്ന രീതിയിലൊക്കെ രുക്കുനോട് പറയുന്നുണ്ട്. നീ ഒരു പൊട്ടനാണ്, ചേച്ചിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, പിന്നെ നമ്മൾ പോയതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ പ്രഗ്നൻസിയിലൊന്നും സംശയമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ പ്രഗ്നൻസിയിൽ ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും എന്നൊക്കെ. പിന്നെ നിൻ്റെ സംശയം തീർക്കണമെങ്കിൽ നാളെ രാവിലെ ആവട്ടെ, ഞാൻ അത് കൺഫേം ചെയ്തു തരാം എന്ന് പറയുന്നു. നീ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രാവിലെ ആവുന്നുണ്ട്. രാവിലെ ആവുന്ന സമയത്ത് അർച്ചന അവിടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രുക്ക് എണീറ്റ് വരുന്നുണ്ട്. ഇവരുടെ സംശയം ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര അഭിനയമായിട്ടോ, വൊമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഛർദ്ദിച്ച് അർച്ചനേൻ്റെ മുന്നിൽ ആകെ കുഴയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് തൻ്റെ ഇടത്തിയമ്മ വന്നിട്ട് പിടിക്കുന്നുണ്ട്. അയ്യോ, തീരെ വയ്യല്ലോ, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നു. അർച്ചന പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ അഭിനയം തകർക്കുകയാണല്ലോ, തകർത്ത് അഭിനയിക്കുക അവൾക്ക് മിടുക്കിയാണെന്ന് പറയുന്നു. അങ്ങനെ അച്ചു വരുന്നുണ്ട്. എന്തു പറ്റി? നീ അവളുടെ മുതുകൊന്ന് തടവി കൊടുക്ക്, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം, തീരെ വയ്യ, രാവിലെ തന്നെ വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അച്ചുവിനും ചേച്ചി എഴുന്നേറ്റ് വരാത്തതിന് ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും രുക്കു, നീ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടില്ലല്ലോ, ആകെ പ്രശ്നമാവും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് വയ്യ ചേച്ചി, എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരുപാടങ്ങ് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന രീതിയിലൊക്കെ കളിയാക്കിയതുപോലെ തന്നെ അർച്ചന സംസാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അച്ചുവിന് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. രുക്കാണെങ്കിലോ അങ്ങ് തമർക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് വയ്യ ചേച്ചി, ഇങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസിയെ വേണ്ടാന്ന് വിചാരിച്ചതാ, എനിക്ക് തീരെ വയ്യാണ്ടായി, ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഒരു സൈഡിലോട്ടാവുകയാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അർച്ചനയ്ക്ക് എന്തായാലും കാര്യം പിടികിട്ടിയ കാര്യം തന്നെ ചിലപ്പോൾ അച്ചുവിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ രുക്കുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൾ അങ്ങ് അഭിനയിച്ച് തകർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അർച്ചന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്ന പ്രമോ ആയിട്ട് കാണാം.